നമസ്കാരം. എൻ്റെ പേര് അനസ്. യങ് ഡെമോക്രാറ്റ്സിൻ്റെ തൃശ്ശൂർ ജില്ലാ ജോയിൻറ്റ് കൺവീനറാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളുടെ യൂത്ത് അസംബ്ലിയുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പത്രസമ്മേളനത്തിനാണ് നമ്മൾ വിളിച്ചു കൂടിയിട്ടുള്ളത്. അതിൻ്റെ കൂടുതൽ വിശദീകരണത്തിന് വേണ്ടിയിട്ട് ജില്ലാ കൺവീനർ റാഫി താഴത്തേതിനെ അദ്ദേഹം ക്ഷണിച്ചു. നമസ്കാരം. നമുക്കറിയാലോ, നമ്മുടെ രാജ്യത്ത് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഭരണഘടനയും ജനാധിപത്യ ദംശനവും അതേപോലെ തന്നെ ഓരോ പൗരന്മാരുടെ അവകാശം പോലും നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി ഇന്ത്യയിലെ യുവാക്കൾ അതിൻ്റെ ഏത് കാലഘട്ടത്തിലും അതിൻ്റെ ചരിത്രത്തിൽ എന്നും രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള സ്വതന്ത്ര പോരാട്ടത്തിനു വേണ്ടിയും ഈ കാലഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്കെതിരെ കൃത്യമായി ജനവിരുദ്ധ നയങ്ങൾക്ക് എതിരെ നിൽക്കുന്ന സർക്കാരുകൾക്കെതിരെ കൃത്യമായി ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തലമുറ, ഒരു യുവത്വം ഇന്ന് രാജ്യത്തുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ പ്രതിഷേധങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രവർത്തനം മാത്രമല്ല യുവാക്കൾക്ക് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് യങ് ഡെമോക്രാറ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മദ്യം, മയക്കുമരുന്ന്, ലഹരി ഇങ്ങനെ ഉൾപ്പെടെയുള്ള, അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ്, നിരാശ ഇങ്ങനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യുവാക്കളിലേക്ക് കൂടുതൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അത്തരം കാര്യങ്ങളിലേക്ക്. അപ്പോൾ അതിനെതിരെ പോരാടാൻ പഠിപ്പിക്കേണ്ട, ശീലിപ്പിക്കേണ്ട നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ നേരെ മറിച്ച് അവരെ ഉയർച്ചയ്ക്ക് വേണ്ടിയോ ഒന്നും ചെയ്യാതെ തന്നെയാണ് ഇന്ന് കേരളം പോലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഒരു പുതിയ SDPIയുടെ യുവജന സംഘടനയായിട്ടുള്ള യങ് ഡെമോക്രാറ്റ് ജനുവരിയിൽ യങ് ഡെമോക്രാറ്റ് SDPIയുടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ യുവജന സംഘടനയാണ് SDP. യെസ്. അപ്പോൾ ജനുവരി മാസത്തിൽ ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് നാഷണൽ ഓർഗനൈസിംഗ് കമ്മിറ്റി പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം മെയ് 21 തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ വെച്ച് സംസ്ഥാന ഓർഗനൈസിംഗ് കമ്മിറ്റി പ്രഖ്യാപിച്ചു. അതിനുശേഷം 14 ജില്ലകളിൽ, ഇന്നലെ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള 14 ജില്ലകളിലും യങ് ഡെമോക്രാറ്റിൻ്റെ ജില്ലാ ഓർഗനൈസിംഗ് കമ്മിറ്റി പ്രഖ്യാപിച്ചു. തൃശ്ശൂർ ജില്ല പ്രഖ്യാപിച്ചത് ജൂലൈ 11 തൃശ്ശൂർ ടൗൺ ഹാളിൽ വെച്ചിട്ടായിരുന്നു. ഇനി യങ് ഡെമോക്രാറ്റിൻ്റെ യൂത്ത് അസംബ്ലി കൗൺസിൽ നടക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. വരുന്ന ഈ മാസം തന്നെ ഓഗസ്റ്റ് 16 ആദ്യഘട്ടത്തിൽ വടക്കാഞ്ചേരിയിൽ ആദ്യമായി നമ്മുടെ യൂത്ത് കൗൺസിൽ അസംബ്ലി നടക്കും. അവിടെ വെച്ച് മണ്ഡലത്തിൻ്റെ ഭാരവാഹികളെ പ്രഖ്യാപിക്കും. അതിനുശേഷം 23 കുന്നോളം മണ്ഡലത്തിലും അതുപോലെ തന്നെ മണലൂർ മണ്ഡലത്തിലും യൂത്ത് അസംബ്ലിയിൽ നടക്കും. പിന്നീട് 28 ചേലക്കര മണ്ഡലത്തിലും 30 മണലൂർ മണ്ഡലത്തിലും ആദ്യഘട്ടത്തിൽ യൂത്ത് കൗൺസിൽ സംഘടിപ്പിക്കും. പിന്നീട് രണ്ടാം ഘട്ടം സെപ്റ്റംബറിൽ ജില്ലയിലെ 13 മണ്ഡലങ്ങളിലും യങ് ഡെമോക്രാറ്റിൻ്റെ മണ്ഡലം കമ്മിറ്റികൾ രൂപപ്പെടും എന്നുള്ളതാണ്. അതിനുശേഷം ഒക്ടോബർ അവസാനത്തോടു കൂടി ബ്രാഞ്ച്, അതായത് ബേസിക് DBC ഡെമോക്രാറ്റ് ബൂത്ത് കമ്മിറ്റി രൂപീകരിക്കും. പിന്നീട് നമ്മളത് ഏരിയ കമ്മിറ്റികളും രൂപീകരിക്കും. ഇങ്ങനെയാണ് യങ് ഡെമോക്രാറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ജില്ലയിൽ സജ്ജമാകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ എല്ലാവിധ പിന്തുണയും സഹകരണവും പ്രതീക്ഷിക്കുകയാണ്. ഇതോടൊപ്പം യെസ്, യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ഏറ്റെടുക്കുകയും അതുമായി മുന്നോട്ട് പോവുകയും വരുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ജനുവരിയിലാണ്, അറിയാലോ, നാഷണൽ കമ്മിറ്റിയും പിന്നെ അതിനുശേഷം ഇപ്പോൾ ജില്ലയിൽ ജൂലൈ 11 ഓർഗനൈസിംഗ് കമ്മിറ്റിയാണ്. ഒരു 6 മാസം 8 മാസം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കും ഉണ്ടാവുക. അതിനുശേഷമാണ് ഒരു യഥാർത്ഥ ഒരു കമ്മിറ്റി വരിക. അപ്പോൾ അതിനുശേഷമായിരിക്കും കൂടുതൽ സമരങ്ങളിലേക്കും ഉണ്ടാവുകയുള്ളൂ. കാരണം നമുക്ക് ബൂത്ത് ലെവൽ വരെ ആളുകളെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്, യുവാക്കളെ സംഘടിപ്പിക്കേണ്ടതുണ്ട്.
അപ്പോൾ അതുവരെ നമ്മൾ പറയുന്ന നമുക്ക് കഴിയുന്ന രീതിയിലേക്കുള്ള സമരങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതാണ്. ായി ഞാൻ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ പാർട്ടി രൂപീകൃതമായ സമയത്ത് തന്നെ ഞങ്ങൾ പാർട്ടിയിലുണ്ട്. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ദേശീയ ലേവത്തിലും പ്രവർത്തിക്കുന്നുണ്ട്, സ്റ്റേറ്റിലും ഉണ്ട്. സോറി, മനസ്സിലായില്ല. ആ, നമ്മൾ നാഷണൽ ലെവലിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ജനുവരിയിൽ ഓർഗനൈസിംഗ് കമ്മിറ്റി വന്നു. മറ്റുള്ള സ്റ്റേറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കർണാടക കഴിഞ്ഞു, അതുപോലെ ഹൈദരാബാദ്, അങ്ങനെയുള്ള എല്ലാ സ്റ്റേറ്റിലും ഇപ്പോൾ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ളവർക്കൊക്കെ വന്നിട്ടുണ്ട്. ജാർഖണ്ഡിൽ വന്നു. 14ഓളം സ്റ്റേറ്റിൽ എന്തായാലും സ്റ്റേറ്റ് കമ്മിറ്റികൾ വരും. യെസ്, STPയുടെ യുവജന സംഘടനയാണ്. തുടക്കത്തിലില്ല. നമുക്ക് പാർട്ടിക്ക് ഇപ്പോൾ ഉള്ളത് വിമൺ ഇന്ത്യ മൂവ്മെന്റ്, പിന്നുള്ളത് യുവജന സംഘടനയാണ്. ഇല്ല, പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല. കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു രൂപീകരണമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളായിരുന്നു. നമുക്കതിൻ്റെ സ്ട്രക്ചർ കൃത്യമായിട്ട് എന്തെങ്കിലും അപ്പോൾ എല്ലാവരും സഹകരണം ഉണ്ടാവണം പ്രതീക്ഷിക്കുന്നു. നമുക്ക് സമയമെടുത്താൽ നമുക്ക് എല്ലാവരും പരിചയപ്പെടാം. സന്തോഷം. MLA അടവിൽ തന്നെ ജോയിന്റ് കൺവീനറാണ്.